നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമായി. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാം. ഞാൻ പിന്നെ പുറത്തുനിന്ന് എന്താ ഇൻട്രോ എടുക്കാത്തതെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര വെയിലാട്ടോ. പിന്നെ ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് ഇൻട്രോ എടുക്കാതിരുന്നത്. ഇപ്പോൾ സമയം 12:30 ആയിട്ടുള്ളൂ. 2:20 നമ്മുടെ ട്രെയിൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ട്രെയിനൊക്കെ ഷൊർണൂർ വരാണ്ട്, നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ ഇത് ട്രെയിൻ കയറാൻ വേണ്ടി നമ്മൾ ഷൊർണൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതാട്ടോ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ റീഡെവലപ്മെൻറ്റ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണാൻ അത്യാവശ്യം അടിപൊളിയായിട്ട് കാണാം. അതിൻ്റെ ഫുൾ ലുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ. അടിപൊളിയില്ലേ, കൊള്ളാലേ കാണാം. അപ്പോൾ നമുക്ക് ഇനി ഏതായാലും സ്റ്റേഷൻ്റെ അകത്തോട്ട് പോകാം. റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് അവിടെ ഉണ്ടോ, ആ സൈഡിലാണ് വരുന്നത്. നമ്മുടെ ട്രെയിൻ എന്തായാലും പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ആയിരിക്കും വരിക, കാരണം അതിൻ്റെ ലോക്കോ അവിടെ കൂർന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ പുറപ്പെടേണ്ട കാരണം ഇഷ്ടം പോലെ സമയം ഇടും. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് ട്രെയിൻസൊക്കെ ഷൊർണൂർ വരാനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് നമുക്ക് എടുക്കാം. വേണാട് എക്സ്പ്രസ് ഷൊർണൂർ വന്ന് കയറണേ. ഒരു വിജയവാഡ ഷെഡിൻ്റെ ഒരു WP7 ആയിരുന്നു ലോക്കോ. വേണാട് പ്ലാറ്റ്ഫോം നമ്പർ 8 തന്നെ വന്നപ്പോൾ തന്നെ ചേച്ചിമാരൊക്കെ കയറിയാണ്ട് ക്ലീനിങ്ങൊക്കെ തുടത്തിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തോട്ട് പോകും. നിങ്ങൾ ഈ കിടക്കുന്ന ലോക്കോ ഉണ്ടോ, അത് വേണാടിന് വന്നതാണ്. ഇനി നേരെ ഇത് തിരിച്ച് നേരെ കൊണ്ടുപോയി പുറകിൽ കൊണ്ടുപോയി പിടിപ്പിക്കും. പുറത്ത് കിടക്കുന്നത് മറ്റേ ചെന്നൈ എഗ്മോർ മംഗലാപുരം ഒരു വണ്ടിയാണ്. അതിൻ്റെ ലോക്കോ 39,722 ഈറോഡ് ഷെഡിൻ്റെ WP7. അവിടെ ചെന്നൈ എഗ്മോർ മംഗലാപുരം വണ്ടി ഷൊർണൂരിൽ നിന്ന് എടുത്തു. നമ്മുടെ ചെന്നൈ മംഗലാപുരം പോയപ്പോൾ അവിടെ പിന്നെ മംഗലാപുരം ചെന്നൈ എഗ്മോർ മറ്റേൻ്റെ ഓപ്പോസിറ്റ് വണ്ടി. മറ്റേ വണ്ടി ഇപ്പോൾ ഡിപ്പാർട്ടായി പോയതേ ഉള്ളൂ. റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി റേക്കിൻ്റെ ലാസ്റ്റ് പോയി കപ്പിൾ ചെയ്യും. ഇവിടെ നിർത്തിയോ? നിസാമുദ്ദീൻ തിരുവനന്തപുരം വരെ പോണ സൂപ്പർ ഫാസ്റ്റ് വരാറുണ്ട്. അതിൻ്റെ തിരക്കാണ് നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ കാണുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 4 ഉം 5-ൻ്റെ ഇടയിൽ ചെയ്ത് വെച്ചിരിക്കണുണ്ട് ഒരു ഗാർഡൻ സെറ്റ് പോലെ. കൊള്ളാലേ. സമയം ഇപ്പോൾ 1:30 ആയിട്ടോ. ഇനി 1 മണിക്കൂർ പാടുള്ളൂ നമ്മുടെ വണ്ടി എടുക്കാൻ. അപ്പോൾ ഇനി നമ്മുടെ മറ്റേ മുംബൈ LTTന്ന് തിരുവനന്തപുരം നോർത്ത് വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് വരാണ്ടാകും. അപ്പോൾ അതുമാടെ എടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണത്. അപ്പോൾ നമുക്ക് പോകേണ്ട വണ്ടിൻ്റെ റേക്കൊക്കെ ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 കൂർന്നിട്ടിട്ടുണ്ട്. ലോക്കോ ഉണ്ട്, അങ്ങ് അറ്റത്ത് ലോക്കോയും ഉണ്ട്. കപ്പിൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനിനി ഏതായാലും മുംബൈ LTT ട്രിവാൻഡ്രം നോർത്തിൻ്റെ വീഡിയോ എടുക്കാൻ നിൽക്കില്ല, കാരണം ഇപ്പോഴത്തെ സമയം 1:40 ആയി. ഇനി ഈ ട്രെയിനിൻ്റെ ലോക്കോ ഒക്കെ പോയി ഒന്ന് നോക്കിയിട്ട് വരുമ്പോഴേക്കും ഈ ട്രെയിൻ എടുക്കാനുള്ള സമയമാണ്. അപ്പോൾ ഞാൻ മറ്റേ ട്രെയിൻ എന്തായാലും എടുക്കണമെന്ന് കരുതി. അപ്പോൾ ഇനി ലോക്കോൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു പിക്കൊക്കെ എടുത്തിട്ട് നേരെ കോച്ച് കയറാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ലോക്കോ. ഒരു പഴയ ഒരു WP1. ഞാനിത് എന്നാ ഉണ്ടാക്കിയത് നോക്കിയപ്പോൾ 1993 കണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 33 വർഷം പഴക്കമുള്ള ഒരു സാധനം. ഇതാണ് നമ്മൾ ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെ എത്തിക്കണം. എന്തായാലും പുറകോട്ടനെ പോകാം, കാരണം ബാക്കിൽ പോയി കയറാം. SLRD കോച്ചിൽ കയറുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് അംഗവൈകല്യമുള്ളവർക്കാണ്. കണ്ടില്ല,
പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അതിൽ നമുക്ക് കയറാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്ത് കണ്ടോ സെക്കൻഡ് ക്ലാസ് എന്നുള്ളത്, അതിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ കയറുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ചിലപ്പോൾ ഇവിടെ കണ്ടോ, അവിടെ ചിലപ്പോൾ ലേഡീസ് ഓൺലി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ടുള്ളൂ കയറാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ SLRD കോച്ചിലെ സെക്കൻഡ് ക്ലാസ് ചിലപ്പോൾ ലേഡീസ് ഓൺലി ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് എന്തായാലും കയറാൻ പറ്റുള്ളൂ. ഇതേതായാലും ലേഡീസ് ഓൺലി അല്ല. ഇപ്പോൾ ടൈം എത്ര, 1:50 ഇനി ഒരു അരമണിക്കൂർ മഴ ഉണ്ട് ട്രെയിൻ എടുക്കാൻ. ഓൺ ടൈമിന് തന്നെ ഷൊർണൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ടോ, പക്ക ഓൺ ടൈം 2:20. കോഴിക്കോട് സൈഡിൽ നിന്ന് നേരെ ഷൊർണൂരിലോട്ട് കയറുന്ന ഒരു ഫ്രൈറ്റ് ട്രെയിൻ കേട്ടോ. EC തന്നെ ഫ്രൈറ്റ് ആണ്. 2 G7 ട്വിൻസായിരുന്നു ലോക്കോ. ഏത് ഷെഡാന്ന് നോക്കില്ല, ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഈ ലൈൻ നേരെ കോഴിക്കോട് മംഗലാപുരം സൈഡ് പോകും. നമ്മൾ നേരെ റൈറ്റ് എടുത്താണ്ട് നിലമ്പൂർ സൈഡ് പോകും. ഫസ്റ്റ് ഹാൾട്ടായി വാടാനെ കുറിച്ച് എത്തിയിരിക്കുകയാണ്. ഷൊർണൂരിൽ അധികം ദൂരമൊന്നുമില്ല അങ്ങോട്ട്. ട്രെയിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ചൂട് കാറ്റോട്ട് അടിക്കണ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഈ റൂട്ട് ഇപ്പോൾ ഫുള്ള് ഡ്രൈ ആട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞതോടുകൂടി പഴയ ഒരു ഭംഗിയൊന്നുമില്ല ഇപ്പോൾ. നമ്മുടെ ട്രെയിൻ ഇങ്ങനെ വല്ലപ്പോഴും നിന്ന് എടുത്തേക്കാണ്. ഈ റൂട്ടിലെ സ്റ്റേഷൻ തമ്മിൽ അധികം ഗ്യാപ്പൊന്നുമില്ല, ജസ്റ്റ് 4-6 കിലോമീറ്റർ ഗ്യാപ്പൊക്കെ ഉള്ളു. അതുകൊണ്ട് പെട്ടെന്ന് എത്തും ഓരോ റെയിൽവേ സ്റ്റേഷനിലും. ഈ റൂട്ടിൽ ഇപ്പോൾ 2 ക്രോസിംഗ് സ്റ്റേഷനാണ് ഇപ്പോൾ കറൻലി ഉള്ളത്. പുതുതായിട്ട് 2 ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് കുലുക്കല്ലൂരും ഒന്ന് മേലാറ്റൂരും. മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് മാറിയിട്ടോ, ആകെ മാറി. നിങ്ങൾക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. ഏതായാലും അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇനി കുലുക്കല്ലൂരാട്ടോ. കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്താണ് പ്ലാറ്റ്ഫോമിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ക്രോസിംഗ് സ്റ്റേഷൻ്റെ വർക്കും കാര്യങ്ങളും. സ്പീഡ് ലിമിറ്റ് എന്തോ ഉണ്ട്, 30 തോന്നുന്നു. അതുകൊണ്ട് പതുക്കെ റെയിൽവേ സ്റ്റേഷനിൽ കയറുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ക്രോസിംഗ് സ്റ്റേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കുറച്ചങ്ങോട്ട് ട്രാക്ക് ഇട്ടിരിക്കണം, ഇവിടെ സ്ലീപ്പർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പ്ലാറ്റ്ഫോമിൻ്റെ വർക്കും നടക്കുന്നുണ്ട്.
ഇവിടെ സ്ലീപ്പർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. സൈഡിൽ റെയിലൊക്കെ കാണാം. അവിടെ കുറച്ചാണ്ട് ഇട്ടിട്ടുണ്ടോ ട്രാക്ക്. ഇവിടെ ട്രാക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട് ട്രാക്കൊക്കെ. അല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ജസ്റ്റ് ആ ട്രാക്ക് വളഞ്ഞൊക്കെ ഇരിക്കണം. അതൊക്കെ റെഡിയാക്കി ഉണ്ടാവും. അവിടെ കണ്ടു സിഗ്നൽ പോസ്റ്റൊക്കെ വെച്ചിട്ടുള്ള വർക്കിംഗ് ഇല്ല. ഇവിടുന്നാണ് ലൂപ്പിൽ നിന്ന് മെയിൻ ലൈനിലോട്ട് കയറുന്ന ജോയിൻ്റ് വലിന്. കുലിക്കല്ലൂർ ട്രാക്കും കാര്യവും സ്ലീപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത്ര ഒന്നും മേലാറ്റൂർ ആയിട്ടില്ല കേട്ടോ. മേലാറ്റൂർ വർക്ക് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. റെയിൽവേ സ്റ്റേഷനിലാണ് കുറച്ച് മഴ കാണാൻ ഭംഗിയുള്ളത്. കാരണം അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളത്. ബാക്കി എല്ലാ റെയിൽവേ സ്റ്റേഷനും ഇപ്പോൾ കണക്കാണ് കാണാം. വലിയ ഭംഗിയൊന്നുമില്ല. നമ്മൾ ചെറുവര എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങാടിപ്പുറം എത്തുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചെറുവര. റൂട്ടാകെ ഉണങ്ങിയിരിക്കുക കേട്ടോ. വലിയ ഭംഗിയൊന്നുമില്ല ഇപ്പോൾ കാണാൻ. ഭയങ്കര ചൂടല്ലേ. മൺസൂണിൽ ഒരു പ്രാവശ്യം അവിടെ ട്രാവൽ ചെയ്യണമെന്നുണ്ട്. ട്രാവൽ ചെയ്യും. നമ്മളിപ്പോൾ അങ്ങാടിപ്പുറം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ അങ്ങാടിപ്പുറം എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ജസ്റ്റ് പെരിന്തൽമണ്ണക്ക് പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി. ഇതിൽ 2 ക്രോസിംഗ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് വാണിയമ്പലം, ഒന്ന് ഇപ്പോൾ നമ്മളില്ല അങ്ങാടിപ്പുറം. പുതുതായിട്ട് മേലാറ്റൂരും കുലിക്കല്ലൂരും വരുന്നുണ്ട്. അപ്പോൾ ക്രോസിംഗ് സ്റ്റേഷൻ്റെ ഉപകാരം എന്താ വെച്ചാൽ ഇത് സിംഗിൾ ലൈൻ റൂട്ടാണല്ലോ. ഇപ്പോൾ നമ്മൾ നേരെ നിലമ്പൂരിലോട്ട് പോകണേ. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വരുന്ന വണ്ടി ഇവിടെ വന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇത് സിംഗിൾ ലൈൻ റൂട്ടാണ്. അപ്പോൾ ഇപ്പോൾ കരണ്ടിൽ 2 ഉള്ളൂ. ഇനി പുതുതായിട്ട് 2 കൂടെ വന്നാൽ കുറച്ചും കൂടെ സിമ്പിളാവും കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ കൂടുതൽ വണ്ടി നിലമ്പൂരിലോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറത്തുനിന്ന് എടുത്തോട്ടോ വണ്ടി. ഇനി അടുത്ത സ്റ്റോപ്പ് പട്ടിക്കാട്. ക്രോസിങ് കിട്ടാണ്ട് കേട്ടോ. മറ്റേ വാണിയമ്പലത്തിൽ നിന്ന് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ആയിട്ട് നമ്മളിങ്ങനെ പട്ടിക്കാട് എത്തി. അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്.
നമ്മുടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ കേട്ടോ മേലാറ്റൂർ വരാൻ പോകുന്നത്. ആ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ കാണേണ്ടത്. പഴയൊരു മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധമില്ല. അതായത് ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് മാറ്റമുണ്ട്. നമ്മൾ മേലാറ്റൂർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പതുക്കെ കയറുന്നത്. അപ്പുറത്താണ് നമ്മുടെ ക്രോസിംഗ് റെയിൽവേ സ്റ്റേഷൻ്റെ പണി നടക്കുന്നത്. അവിടെ ഇടാൻ സ്ലീപ്പറാണ് കിടക്കുന്നത്. ഇവിടെ വേറെന്തോ ഉണ്ടാക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ നീളവും അവർ കൂട്ടുന്നുണ്ട്. മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ അത്രേ കണ്ടാൽ മനസ്സിലാവുണ്ടോ, ആകെ ഫുള്ള് മാറി ആണ് സബ് സ്റ്റേഷൻ വരുന്നത് മേലാറ്റൂരിൻ്റെ. അവിടെയാണ് മറ്റേ ക്രോസിംഗ് റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ആൾ നിൽക്കുന്നത് കൊണ്ടാട്ടോ ഞാൻ ശരിക്കും കാണിച്ചു തരാൻ. മേലാറ്റൂർ ആ ക്രോസിംഗ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അത് അവിടെ ആൾ നിൽക്കുന്നുണ്ടായിരുന്നു ആ സൈഡിൽ. അതുകൊണ്ടാണ് എനിക്ക് മര്യാദയ്ക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. നമ്മളിങ്ങനെ തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. തൂർ ഇനി തോടിയപ്പലം, വാണിയമ്പലം, നിലമ്പൂർ, ഇത് മാത്രമേ ഉള്ളൂ റെയിൽവേ. കരിഞ്ഞിരിക്കണം, ഫുള്ള് അത് കരിഞ്ഞിരിക്കുകയാണ്.
നമ്മളങ്ങനെ വാണിയമ്പലം ഔട്ടറിലെത്തി, ഹോം സിഗ്നലിൻ്റെ അവിടെ എത്തി. നിലമ്പൂർ കോട്ടയം വാണിയമ്പലം എത്തിയെന്നാണ് വേറീസ്മെൻറ്റ് ട്രെയിനിൽ കണ്ടത്. ഇവിടെയാണ് അടുത്ത ക്രോസിംഗ് സ്റ്റേഷൻ ഉള്ളത്. നിങ്ങൾ ഇവിടെ കിടക്കുന്നത് നിലമ്പൂർ കോട്ടയം ഇവിടുന്ന് എടുത്തിട്ടോ, വാണിയമ്പലത്തിൽ നിന്ന് ഡിപ്പാർട്ടായി. നമ്മളിപ്പോൾ തന്നെ എടുക്കും. ഇവിടെയും പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ റൂട്ടിൽ ഇപ്പോൾ ഫുള്ള് വർക്കാണ്. നമ്മൾ വാണിയമ്പലത്തിൽ നിന്ന് എടുത്തു. വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ടാവും. നിങ്ങൾക്ക് വണ്ടൂരൊക്കെ പോകണമെങ്കിൽ വാണിയമ്പലം ഇറങ്ങിയാൽ മതി കേട്ടോ, ബസ് കിട്ടും. നമ്മളങ്ങനെ നിലമ്പൂർ എത്തിയിരിക്കുകയാണ്. നിലമ്പൂർ എത്തിയപ്പോൾ എൻ്റെ ഫോണിൽ ചാർജും കഴിഞ്ഞു. അങ്ങനെ കുറേ സീനായി. ഏകദേശം 1 2 എത്ര ശതമാനം ഉണ്ടായുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എൻട്രി ചെയ്യുന്ന ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ഏതായാലും ഞാൻ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ കുറച്ച് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.